ഇനി മുംബൈയിലേക്കാണ്. മുംബൈയിൽ ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിയുടെ ശക്തി പ്രകടന റാലി നടക്കാൻ പോവുകയാണ്. വൈകിട്ട് 5 മണിയോടെ ശിവാജി പാർക്കിലാണ് പരിപാടി. ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും എത്തും എന്നാണ് കോൺഗ്രസിന്റെ അവകാശവാദം. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്നും ശിവാജി പാർക്കിൽ നിന്നും നൽകും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ. ശ്രീനാഥ്, 5 മണിക്കാണ് റാലി പറഞ്ഞിരിക്കുന്നത്. ഒരു വലിയ ശക്തി പ്രകടനം അത് ഉണ്ടാക്കുക. ഇലക്ഷന്റെ ഡേറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യ മുന്നണിക്ക് നിർണായകമാണ് ഇന്നത്തെ റാലി. ഈ ബീഹാറിൽ കണ്ടതുപോലെ എല്ലാ നേതാക്കളും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ആ ഒരു ശക്തി പ്രകടനം അത് തന്നെയാണോ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്? എന്താണ് നമുക്ക് ലഭിക്കുന്ന അവസാന സൂചനകൾ? ഏതൊക്കെ നേതാക്കൾ എത്തിയിട്ടുണ്ട് മുംബൈയിൽ? ഏതായാലും ഇതിനോടകം തന്നെ MK സ്റ്റാലിൻ അടക്കമുള്ള ചില നേതാക്കൾ മുംബൈയിൽ എത്തിയിട്ടുണ്ട്. പിന്നെ മഹാരാഷ്ട്രയിൽ തന്നെയുള്ള മഹാവികാസ് അഘാഡിയിലെ എല്ലാ നേതാക്കളും എത്തുകയും ചെയ്യും. അതിനപ്പുറത്തേക്ക് തേജസ്വി യാദവ് അടക്കമുള്ള ജാർഖണ്ഡ് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളൊക്കെ തന്നെ വരേണ്ടതുണ്ട്. ഇടതു പാർട്ടികളുടെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോഴും ഒരു ആശയക്കുഴപ്പം അവിടെ നിലനിൽക്കുന്നത്. ഏതായാലും പാർട്ടികളെ ഔദ്യോഗികമായി തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പങ്കെടുക്കുമെന്നുള്ള ഉറപ്പ് ഇവിടെ ലഭിച്ചിട്ടില്ല. ഇപ്പോൾ സമയം ഏതാണ്ട് 3 മണി കഴിഞ്ഞു. ഇങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അവർ പങ്കെടുക്കാനുള്ള സാധ്യത ഇല്ല എന്നതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. മുംബൈയിൽ ഇതിനു മുമ്പ് ഇന്ത്യ മുന്നണിയുടെ യോഗം നടന്നിരുന്നു. ആ സമയം ഉണ്ടായിരുന്ന പാർട്ടികളിൽ പലരും ചിലർ മുന്നണി വിട്ടുപോയി, ചിലർ മുന്നണിയിൽ നിന്ന് അകന്നു നിൽക്കുന്നു. സീറ്റ് ചർച്ചയിലേക്ക് വന്നപ്പോൾ സ്വയം സീറ്റ് പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയി. ബംഗാളിലടക്കം നമ്മൾ അങ്ങനെ കണ്ടതാണ്. അതുകൊണ്ട് അന്നുണ്ടായിരുന്ന അത്രയും പാർട്ടികൾ ഈ വേദിയിൽ ഏതായാലും ഒരുമിക്കില്ല. പക്ഷേ ഇപ്പോൾ അവർ പോയി കഴിഞ്ഞാലും ബാക്കിയുള്ളവരെല്ലാവരും ഒരുമിച്ച് തന്നെ നിൽക്കുന്നു എന്ന ഒരു തോന്നലുണ്ടാക്കാൻ, അവരുടെ ഒരു ശക്തി പ്രകടനത്തിൻ്റെ വേദിയാക്കി മാറ്റാനാവും ശിവാജി പാർക്കിലെ ഈ പരിപാടിയിൽ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ഭാരത് ജോഡോ ന്യായ യാത്രയുടെ അവസാനം കഴിഞ്ഞ ദിവസമായിരുന്നു. പക്ഷേ അതിൻ്റെ തുടർച്ചയെന്നോണം കോൺഗ്രസ് നയിക്കുന്ന ഒരു മുന്നണി എന്നുള്ള തരത്തിൽ ആ തരത്തിൽ കൂടി പരിപാടിയെ ഉയർത്തി കാണിക്കേണ്ടത്, അതിന് വലിയ കരുത്തുണ്ടാവേണ്ടത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. 5 മണിക്ക് പരിപാടി തുടങ്ങും. ഏതാണ്ട് 9 മണിവരെ 3-4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരിപാടിയാകും. നേതാക്കൾക്ക് പറയാനുള്ളത് കേൾക്കാൻ വേണ്ടി പാർട്ടി പ്രവർത്തകർ, വിവിധ പാർട്ടികളുടെ പ്രവർത്തകരും ഇതിനോടകം തന്നെ മൈതാനത്തേക്ക് എത്തി തുടങ്ങുകയാണ്. അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും പതാകകളാണ് ഒരുപക്ഷെ സ്റ്റേഡിയത്തിനകത്ത്, മൈതാനത്തിനകത്ത് കൂടുതലായി ഈ സമയം കാണാൻ വേണ്ടി കഴിയുന്നത്. ശരി ശ്രീനാഥ്, എന്തായാലും ആ റാലിയിൽ ആരൊക്കെ പങ്കെടുക്കുന്നു, എന്തൊക്കെ നിലപാടുകൾ പറയുന്നു, എത്രമാത്രം ആൾക്കാർ എത്തുന്നു എന്നതൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ ഏറെ നിർണ്ണയിക്കുന്ന ഘടകമാണ്. അതുമാത്രമല്ല, ആ മുന്നണിക്ക് അത് ആത്മവിശ്വാസം നൽകുന്നതുമായിരിക്കും. കാത്തിരുന്ന് കാണാം. 5 മണിക്കാണ് റാലി. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.